മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ കുളിക്കുന്ന സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കേണ്ടായി. ധാരാളം പേര് അത് വളരെ ഇൻഫർമേറ്റീവാണെന്ന് എഴുതുകയും ചെയ്തു. അതേപോലെ കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു വേറൊരു കാര്യം നിങ്ങളോട് പറയണമെന്ന്. എൻ്റെ ഒരു ഡിഗ്രി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ ആളാണ് ഞാൻ. അന്ന് എനിക്ക് കിട്ടിയ മാർക്ക് എനിക്ക് തോന്നുന്നു ഇന്നും ആരും തിരുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിഞ്ഞതാണ് ഹയസ്റ്റ് മാർക്ക് അന്ന് എനിക്ക് കിട്ടി. എൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾക്കൊരു ഡോക്ടർ മരുന്ന് എഴുതി തന്നാൽ നിങ്ങൾക്ക് അല്പമെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ ഡോക്ടറോട് ചോദിക്കണം ഏതേത് മരുന്ന് എന്തിനൊക്കെ ഉള്ളതാണെന്ന്. അത് കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോളാനും പറയണം. ഇനി അഥവാ ഡോക്ടറോട് ചോദിക്കാനുള്ള ധൈര്യമില്ല, ഇത്തിരി പേടിയുണ്ട്, നെർവസ് ആണെങ്കിൽ ആ സ്ലിപ്പ് മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുവന്ന്, അവിടെ വലിയ തിരക്കില്ലാത്ത മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരോട് പറയണം ഈ മരുന്ന് ഏതിനൊക്കെ ഉള്ളതാണെന്നൊന്ന് സൈഡിൽ എഴുതി തരണം, അല്ലെങ്കിൽ എഴുതി തരണം. എന്തിനാണതറിയോ? ആന്റിബയോട്ടിക് കഴിച്ചേ മതിയാവൂ എങ്കിൽ അത് കഴിക്കണം, അത് മുഴുവനും മേടിക്കുക തന്നെ വേണം. പക്ഷെ ഗ്യാസിനുള്ള ഗുളികയും വേദനയ്ക്കുള്ള ഗുളികയും അലർജിക്കുള്ള ഗുളികയും അങ്ങനെയുള്ള കുറേ ഗുളികകളുണ്ട്. അതും ഡോക്ടർമാര് 101-1-0-1 എഴുതി തരും, രാവിലെ വൈകുന്നേരം കഴിക്കാൻ. അങ്ങനെയുള്ള അലർജിക്കുള്ള ഗുളികകൾ കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അലർജി ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് ആ സമയത്ത് കഴിച്ചാൽ മതി. സിംറ്റമാറ്റിക് റെമഡിയാണത്. ഇപ്പൊ 16 ഗുളിക വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കരുത്, 2-3 വാങ്ങിക്കാം. അത് 2-3 വാങ്ങിച്ചുള്ളൂ എന്ന് ഓർമ്മിക്കാൻ വേണം. തുമ്മലോ അലർജിയോ സഹിക്കാൻ വയ്യാതെ വരികയാണെങ്കിൽ മാത്രം കഴിക്കാം. കുറേ അധികം ശരീരത്തിന് സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഡോളോ പോലെയുള്ള ഗുളികൾ എഴുതി തരുന്നത് വേദന ഇല്ലാതെയാക്കാൻ. അതും 10-16 എഴുതി തരും. ചിലപ്പോ 5 ദിവസത്തേക്ക് എഴുതി തരും. അതും 2-3 വേദന സംഹാരിയാണ്, അനാൽജസിക് ആണ്, ആന്റിപൈറട്ടിക് അനാൽജസിക് ആണ് ഇപ്പോൾ ഉള്ളത് മുഴുവനും. ശരിക്ക് ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ്, ആവശ്യമില്ലാതെ കുറയ്ക്കുകയാണ്. ഒരു പനിയില്ലാത്തവന്റെ ടെമ്പറേച്ചർ കുറയ്ക്കുക, വേദന തടയുക. വേദന ഇല്ലാത്തവൻ എന്തിനാ ഗുളിക കഴിക്കുന്നേ? 2-3 ഗുളിക വാങ്ങിക്കാം. അലർജി രോഗ ചികിത്സയ്ക്കുള്ള ആ മരുന്നുകൾ ചിലപ്പോൾ മുഴുവനും വാങ്ങിക്കേണ്ടി വരും. അലർജിക്കുള്ളത്, വേദനയ്ക്കുള്ളത്, അല്ലെങ്കിൽ ഉറക്കം വരാനുള്ളത്, അങ്ങനെയുള്ളതെല്ലാം സിംറ്റമാറ്റിക് റെമഡി 2-3 വാങ്ങിക്കുക. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് വാങ്ങിക്കാം. കഴിയുന്നതും അത് ശരീരത്തിനെ കൊണ്ട് തന്നെ വിസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുക. പിന്നെ വൈറ്റമിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്ക് ഊണ് കഴിച്ചതിന് ശേഷം വൈറ്റമിൻ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാനുള്ളത്, ആ വൈറ്റമിൻ ഗുളികയുടെ 1/4 ഭാഗമേ ശരീരം വലിച്ചെടുക്കുള്ളൂ. അത് രാത്രി 8 മണിക്കാണ് ഊണ് കഴിക്കുന്നതെങ്കിൽ 6 മണിക്ക് ആ വൈറ്റമിൻ കഴിച്ചാൽ പൂർണ്ണമായിട്ടും ശരീരം വലിച്ചെടുക്കും. അപ്പോൾ വൈറ്റമിൻസ് 2 ഗുളിക കഴിക്കുന്നതിന് വരെ 1 ഗുളിക കഴിച്ചാൽ മതി. ഊണ് കഴിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പാണ് കഴിക്കുന്നതെങ്കിൽ. പലപ്പോഴും ഓർമ്മിക്കാനുള്ളത് അയൺ ടാബ്ലറ്റ്, ടോണിക്, ഇത് ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ പറഞ്ഞാലും അതിന്റെ പകുതി മതി ഭക്ഷണത്തിന് 1 മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പ് കഴിക്കുകയാണെങ്കിൽ. അത്രയും ശരീരം അബ്സോർബ് ചെയ്യും. അല്ലെങ്കിൽ അത് ഈ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട് 70% പുറത്തേക്ക് പോകും. ചിലപ്പോ ചില മരുന്നുകൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഊണ് കഴിച്ചതിന് ശേഷം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും, പൊള്ളലും എന്തോ മാതിരി ഉണ്ടാവും. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ മരുന്ന് കഴിക്കുന്നത് ആകെ അസ്വസ്ഥത ഉണ്ടാക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ച് ഏതാണ്ട് 1/4 ഭാഗം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഈ ഗുളിക കഴിച്ച് വെള്ളവും കുടിക്കുക, എന്നിട്ട് ബാക്കിയുള്ള ഭക്ഷണം കഴിക്കാം.
നിങ്ങളുടെ സ്റ്റൊമക്കിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ശരീരം വലിച്ചെടുക്കേണ്ടത് വലിച്ചെടുക്കുകയും ചെയ്യും. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഹൈപ്പർ അസിഡിറ്റി നെഞ്ചരിച്ചിലും ഉണ്ടെങ്കിൽ അതിന് പോയിട്ട് മരുന്ന് കഴിക്കാതിരിക്കുക, ജലൂസിൽ പോലെയുള്ളത് മേടിച്ച് കഴിക്കാതിരിക്കുക. പകരം അല്പം തൈരിൽ കുറച്ചുകൂടി പാലൊഴിച്ച് 1/2 ഗ്ലാസ് കുടിക്കുക. ഹൈപ്പർ അസിഡിറ്റി മിക്കവാറും മാറും, നെഞ്ചുവേദന മാറും. 3-4-5 മണിക്കൂർ നേരത്തേക്ക് ആ പാലും തൈരും നമ്മുടെ സ്റ്റൊമക്കിൽ തന്നെ നിൽക്കും. അത് രാത്രി നെഞ്ചരിച്ചിലുണ്ടെങ്കിൽ ഗുളിക കഴിക്കുന്നതിന് പകരം ഇത് കഴിച്ചാൽ മതി. ഒരു 1/2 ഗ്ലാസ് പാലും തൈരും കൂടി ചേർത്ത് കഴിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ തല ചുറ്റുന്നതായിട്ട് തോന്നും. ധാരാളം പേർക്ക് ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷെ നെഞ്ചരിച്ചിലും ഇല്ല, ഗ്യാസും ഇല്ല, തല ചുറ്റുന്നു. അപ്പം നമ്മൾ വിചാരിക്കും എന്തോ വലിയൊരു അസുഖമാണെന്ന്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കൽ അത് സംഭവിച്ചാൽ ഒരു ഗ്യാസിനുള്ള ഗുളിക വേണമെന്ന് പറഞ്ഞ് 2 ഗുളിക മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുക. അതൊന്നും വിഷമുള്ളതൊന്നുമല്ല, വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഉള്ളതല്ല. ഗ്യാസിനുള്ള ഗുളിക വേണം, വളരെ കോസ്റ്റ്ലിയും അല്ല. അത് കഴിച്ചാൽ ചത്തൊന്നും പോവില്ല. അതിനേക്കാൾ എത്രയോ പോയിസണസ് ആയിട്ടുള്ള വെജിറ്റബിളും ഇറച്ചിയും നമ്മളിപ്പോൾ കഴിക്കുന്നുണ്ട് പലരും. അപ്പോൾ തല ചുറ്റൽ തോന്നുകയാണെങ്കിൽ ഈ ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചിട്ട് 1/2 ഗ്ലാസ് വെള്ളം കുടിക്കാം. 15-20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ നോർമൽ ആയാൽ മനസ്സിലാക്കണം, ഹാർട്ടിൻ്റെ പ്രോബ്ലം അല്ല, തലയുടെ പ്രോബ്ലം അല്ല, ശരീരത്തിൻ്റെ പ്രോബ്ലം അല്ല, നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ചില മുറിവുകൾ ഉണ്ടായിട്ട് ആ മുറിവുകളിൽ ഭക്ഷണത്തിന് ചില ഭാഗം തൊടുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് തലയെ അഫക്റ്റ് ചെയ്യുന്നത്. 22 അടി നീളമുള്ള കുടലിൽ എവിടെ പ്രശ്നം ഉണ്ടായാലും തലയെ അഫക്റ്റ് ചെയ്യും, തലവേദനിക്കും. അത് അത്ഭുതം തോന്നുന്നു, എങ്ങനെ ഈ കുടലും ആമാശയവും തലയുമായിട്ട് ബന്ധം വരുന്നത് എങ്ങനെയാണ്. ഇപ്പൊ ഗ്യാസ് ഉണ്ടെങ്കിൽ തലയുറ്റൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ അയൺ ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. എല്ലാ ദിവസവും അയൺ ടാബ്ലറ്റ് കഴിക്കരുത്. ആൾട്ടർനേറ്റീവ് ഡേയിൽ സാധിക്കുമെങ്കിൽ ഭക്ഷണത്തിന് വളരെ മുമ്പ് കഴിക്കാം. അപ്പൊ സ്റ്റൊമക്കിൽ ഒന്നുമില്ല, അയൺ മുഴുവനും വലിച്ചെടുക്കും ശരീരം. അപ്പോൾ ഓരോ ദിവസവും അയൺ ടാബ്ലറ്റ് കഴിക്കുന്നതിന് പകരം 2-3 ദിവസത്തിൽ ഒരിക്കൽ കഴിച്ചാൽ മതിയാവും, ശരീരം മുഴുവനും വലിച്ചെടുക്കും. അതിനേക്കാൾ നന്നായിട്ടുള്ളത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അനീമിയ ഉള്ളവര്, അയൺ ടാബ്ലറ്റ് കഴിക്കേണ്ടവര് ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിച്ചു നോക്കാം. ഉരുക്ക് ചീനച്ചട്ടിയുണ്ട്, ഉരുക്ക് ചീനച്ചട്ടിയിൽ മെഴുക്കുരട്ടി ഉണ്ടാക്കിയുള്ള ഗുണം എന്താ അറിയോ? മെഴുക്കുരട്ടി ചിലപ്പോൾ കറുത്തിരിക്കും. ആ കറുത്തിരിക്കുന്നത് മുഴുവൻ അയണാണ്. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 2 മില്ലിഗ്രാം അയൺ പെർ ഡേ, ഒരു ദിവസം 2 മില്ലിഗ്രാം അയണാണ് നമുക്ക് വേണ്ടത്. അത് ഈ ചീനച്ചട്ടിയിലെ മെഴുക്കുരട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല ഒരാഴ്ചത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് സത്ത് ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനവും ശരീരത്തിലുണ്ട്. പിന്നെ വേണ്ടതിനും വേണ്ടാത്തതിനും മരുന്ന് കഴിക്കുന്നത് ഒഴിവാക്കാം. അതേപോലെ തലവേദന ശക്തിയായിട്ടുണ്ടെങ്കിൽ ചില ഗുളികയുടെ പകുതി കഴിക്കാം. 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ത്രിബല എന്ന് പറയുന്ന ആയുർവേദ ഗുളികയുണ്ട്. ത്രിബല എന്ന് പറയുന്ന ആയുർവേദ ഗുളിക 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും 2 എണ്ണം രാത്രി കിടക്കുന്ന സമയത്ത് കഴിക്കാം. നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ക്ലീൻ ആയാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ തീരും. ത്രിബല എന്ന് പറയുന്ന നല്ല പൊടിയായിട്ടുണ്ട്, നല്ല ടാബ്ലറ്റ് ആയിട്ടുണ്ട്, വലിയ കോസ്റ്റ്ലിയും അല്ല. അത് കടുക്ക, നെല്ലിക്ക, താന്നിക്ക എന്ന് പറയുന്ന 3 ആയുർവേദ ഔഷധമാണ്. ഒരു ഡേഞ്ചറസും ഇല്ല, ഡേഞ്ചർ അല്ലാതെ. വെള്ളത്തിൽ അലിയിപ്പിച്ച് വേണമെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ല കയ്പും ചവർപ്പും ഉണ്ടാവും. അങ്ങനെ തന്നെ മെഴുകി കഴിഞ്ഞാൽ അതുണ്ടാവില്ല. അതിനകത്ത് വേറെ അഡൻഡമൊന്നുമില്ല. അതേപോലെ ഞാൻ എപ്പോഴും പറയാറുള്ള മാതിരി ഒന്നുകൂടി പറയുന്നു, രാവിലെ 6 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് ഓഫീസിൽ പോകുന്ന 10 മണിക്കാണെങ്കിൽ 6 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് 3-4-5 ഗ്ലാസ് വെള്ളം കുടിക്കാം. ഇനി അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നവർ ഉച്ചയ്ക്കോ വൈകുന്നേരമോ നല്ലോണം വെള്ളം കുടിക്കാം. നമ്മുടെ ബ്ലഡ് മുഴുവനും ക്ലീൻ ആവും. 5 ലിറ്ററോളം ബ്ലഡ് നമ്മുടെ ശരീരത്തിലുണ്ട്. സാധാരണ നല്ല ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യൻ 4-നും 6-നും ഇടയ്ക്കാണെന്ന് പറയാറുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. അത്
വെള്ളം കുടിച്ച് മിനിറ്റുകൾ കൊണ്ട് സ്റ്റൊമക്കിൽ നിന്ന് തന്നെ വെള്ളം ശരീരം വലിച്ചെടുക്കും. അത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡിന്റെ തിക്നെസ് കുറയും, ഹാർട്ടിന് പമ്പ് ചെയ്യാനുള്ള ശക്തി കൂടുകയും ചെയ്യും. അപ്പൊ ഹാർട്ട് എഫിഷ്യന്റ് ആവും വെള്ളം കുടിക്കുമ്പോൾ. പ്ലസ് ഈ ബ്ലഡിലുള്ള ഇംപ്യൂരിറ്റി മുഴുവനും കിഡ്നി വഴിക്ക് ഫിൽട്ടർ ചെയ്ത് പോകും. കിഡ്നിയിലും ക്ലോഗിങ് ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആത്മീയതയുടെ ദൃഷ്ടിയിലൂടെ അല്ല ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ഞാനിത് പറഞ്ഞത് എൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഇന്ത്യയിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ബയോകെമിസ്ട്രിയിൽ പ്രവർത്തിക്കാൻ ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ 2 തരത്തിലും ഉണ്ടാവും. പ്ലാന്റ് ബയോകെമിസ്ട്രി ഉണ്ടാവും, ആനിമൽ ബയോകെമിസ്ട്രിയിലും പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ള രീതിയിൽ ധാരാളം വ്യക്തികൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ഡോക്ടർമാർ എഴുതി തരുന്നത് കണ്ണു അടച്ച് വാങ്ങിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ ഉള്ള വേദന കൊണ്ട് മാത്രം പറഞ്ഞതാണ്. പിന്നെ BP കൂടുതലുള്ളവർ ശ്രദ്ധിക്കുക. BP കൂടുതലുള്ള കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കുക, ഉപ്പ് കുറേശ്ശെ കുറച്ചുകൊണ്ട് വരിക. മാത്രമല്ല കുറേശ്ശെ ജോലി എടുക്കാൻ ശ്രമിക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയാൽ ഉപ്പ് തന്നെ താനെ പൊക്കോളും. മാത്രമല്ല 10-40 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് കഴിക്കാതിരിക്കുക. 10 മില്ലിഗ്രാം തന്നെ ധാരാളം മതിയാവും, അല്ലെങ്കിൽ 20 മില്ലിഗ്രാം കഴിക്കുക. അത് BP ഉണ്ടെന്ന് വിചാരിച്ച് ജീവിക്കാതിരിക്കുക. പലപ്പോഴും 100 BP വരെ ശരീരത്തിന് താങ്ങാൻ സാധിക്കുമെന്ന് ലോകം അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ 90 BP ആയാൽ പോലും ഡോക്ടർമാര് മരുന്ന് നിർബന്ധമായിട്ടും കഴിക്കുമില്ലെങ്കിൽ ചത്തുപോകും, അതാവും ഇതാവും, അറ്റാക്ക് വരും. ഒരു BP ഇല്ലാത്ത ആൾക്കും അറ്റാക്ക് വരാം. BP ഉണ്ടെങ്കിൽ അറ്റാക്ക് വരുള്ളൂ എന്നൊന്നുമില്ല. BP ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. വളരെ കൂടുതലുണ്ട്, 95, 100. എൻ്റെ BP കഴിഞ്ഞ 1 മാസമായിട്ട് 104 ഞാൻ ടാബ്ലറ്റ് കഴിച്ചിരുന്നില്ല. പക്ഷെ ഡോക്ടർ നിർബന്ധിച്ച് പറഞ്ഞു ഇപ്പോൾ 10 മില്ലിഗ്രാമിൻ്റെ ഇടയ്ക്ക് കഴിക്കും, എനിക്ക് തോന്നുമ്പോൾ കഴിക്കും. അതുപോലെ നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. കുറേയൊക്കെ എൻ്റെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നെനിക്ക് നല്ലോണം അറിയാം. അങ്ങനെ ആവണമെന്നില്ല ബാക്കിയുള്ളവർ. അതുകൊണ്ട് 90-95 BP എങ്കിൽ ഭയങ്കര ടെൻഷൻ എടുത്തിട്ട് ജീവിക്കൊന്നും വേണ്ട. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. അതിൻ്റെ അർത്ഥം മരിക്കില്ല എന്നൊന്നുമല്ല. ഇപ്പോൾ BP ഒട്ടും ഇല്ലാത്ത ആൾ മരിക്കും, ഒരു സംശയമില്ല. അതുകൂടി മനസ്സിലാക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ആധികാരികമായിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ്. ഡോക്ടർമാർ മരുന്ന് എഴുതി തരുമ്പോൾ അവർ ദൈവജ്ഞരൊന്നുമല്ല, ദൈവത്തിൻ്റെ അവതാരമൊന്നുമല്ല. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് അവരെ പഠിപ്പിക്കുന്നതാണ്, അറിയിക്കുന്നതാണ്, പഠിപ്പിക്കുന്നത് കൂടിയല്ല. അതാണ് അവർ മരുന്നായിട്ട് നമുക്ക് എഴുതി തരുന്നത്. അതിൻ്റെ സൈഡ് ഇഫക്റ്റിനെ കുറിച്ച് ഒന്നും ഡോക്ടർക്ക് അറിഞ്ഞൂടാ. ഡോക്ടർമാർ പഠിച്ചിട്ടുണ്ടാവും, മെഡിസിൻ എല്ലാം പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കെമിസ്ട്രി അവർക്കറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്, സൈഡ് ഇഫക്റ്റ് അറിയാനും ബുദ്ധിമുട്ടാണ്. ശരിക്കും എൻ്റെ അടുത്ത ബന്ധുവിന് സ്റ്റിറോയിഡ് ഒരു ഡോക്ടർ എഴുതി കൊടുത്ത് ഇന്ന് അവർക്ക് നടക്കാൻ പറ്റാതെയായത് ആ ഡോക്ടർ എഴുതി കൊടുത്ത സ്റ്റിറോയിഡാണ്. അപ്പോൾ ഡോക്ടർമാർ അവതാരങ്ങളൊന്നുമല്ല. അവർക്ക് ഇഷ്ടംമാതിരി തെറ്റുപറ്റാം, ശരി പറ്റുന്നതാണ് വളരെ കുറവ്. പലപ്പോഴും ഡോക്ടർമാരെ ചികിത്സിച്ചിട്ടല്ല അസുഖം മാറുന്നത്, ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് മരുന്ന് കഴിക്കുന്നു എന്ന തോന്നൽ കൊണ്ടാണ് പല അസുഖങ്ങളും മാറുന്നത് എന്ന് കൂടി മറക്കാതിരിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.